ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കപ്പാസിറ്ററുകളെ കുറിച്ചാണ്. എന്താണ് കപ്പാസിറ്റർ, അവയുടെ പ്രവർത്തനം എങ്ങനെയാണ്, അവയുടെ വോൾട്ടേജ് റേറ്റിംഗ് എങ്ങനെയെല്ലാം തിരിച്ചറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് കപ്പാസിറ്റർ? കപ്പാസിറ്റർ എന്നത് ലളിതമായി പറഞ്ഞാൽ രണ്ട് കണ്ടക്ടർ പ്ലേറ്റുകളെ ഒരു ഇൻസുലേറ്റർ പേപ്പർ വെച്ച് വേർതിരിച്ച് ഒരു കൂടിനകത്ത് അടക്കം ചെയ്തതിനാണ് കപ്പാസിറ്റർ അഥവാ കണ്ടൻസർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു കപ്പാസിറ്റർ അഴിച്ചാലുള്ള അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണിത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ വരുന്നത് ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ, അതായത് അതിൻ്റെ പുറത്തുള്ള ബോഡിൻ്റെ കോട്ടിങ്. രണ്ടാമത്തെ വരുന്നത് അതിൻ്റെ പ്ലാസ്റ്റിക് ബോഡി, അലുമിനിയം കേസ്. അതിനുശേഷം മെറ്റൽ പ്ലേറ്റ്, രണ്ട് മെറ്റൽ പ്ലേറ്റ് വരുന്നുണ്ട്. ഇതൊരു മെറ്റൽ പ്ലേറ്റ്, ഇതൊരു മെറ്റൽ പ്ലേറ്റ്. ഇതാണ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷമുള്ളതാണ് ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലാണ് ഇത് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇതൊരു പേപ്പറോ ഗ്ലാസ് അങ്ങനെ ഏത് രൂപത്തിലുള്ള ഒരു ഇൻസുലേറ്ററും ഇതിനകത്ത് യൂസ് ചെയ്യാം. ഈ ഒരു സാധനമാണ്. ഇതൊന്ന് നെഗറ്റീവ് കണക്ഷന്, ഒന്ന് പോസിറ്റീവ് കണക്ഷന്. ഇതാണ് കണ്ടൻസറിൻ്റെ അഥവാ കപ്പാസിറ്റർ എന്ന ഒരു ശരിയായ ഒരു സാധനം ഉള്ളടക്കം. ഇതാണ് കപ്പാസിറ്ററിൻ്റെ. കപ്പാസിറ്ററുകൾ പൊതുവെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്നും നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്നും. പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ഉള്ള കപ്പാസിറ്ററിനാണ് പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ ഈ കപ്പാസിറ്ററിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇതിനകത്ത് കപ്പാസിറ്ററിന് പോസിറ്റീവും നെഗറ്റീവും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഈ പോളറൈസ്ഡ് കപ്പാസിറ്ററുകൾ DC വോൾട്ടേജിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ AC വോൾട്ടേജിലും DC വോൾട്ടേജിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതിൻ്റെ സിമ്പലാണ് ഈ കാണുന്നത്. ഇനി ഒരു കപ്പാസിറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കപ്പാസിറ്ററിലേക്ക് നമ്മളൊരു വോൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലുള്ള പോസിറ്റീവ് കണങ്ങൾ പോസിറ്റീവ് പ്ലേറ്റിലേക്കും നെഗറ്റീവ് കണങ്ങൾ നെഗറ്റീവ് പ്ലേറ്റിലേക്കുമായി ചാർജ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടും. പിന്നീട് നമ്മൾ ഈ വോൾട്ട് ഡിസ്കണക്ട് ചെയ്താലും കുറച്ച് നേരത്തേക്ക് ആ കപ്പാസിറ്ററിനകത്ത് അതിൻ്റെ ചാർജ് അങ്ങനെ നിൽക്കും. പിന്നീട് നമ്മൾ ഇതിൽ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഡ് വഴി കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. സർക്യൂട്ടിൽ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് ഫിൽറ്ററിങ്ങിന് വേണ്ടി, സ്മൂത്തിങ്ങിന് വേണ്ടി, അതുപോലെ തന്നെ കപ്ലിങ്ങിന് വേണ്ടി, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾ കാണാൻ പറ്റും, നമ്മൾ AC വോൾട്ടേജിനെ DC വോൾട്ടേജിലേക്ക് മാറ്റുന്ന സമയത്ത് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് പൾസേറ്റിംഗ് DC ആണ്. ആദ്യം നമുക്ക് കിട്ടുന്നത് ഈ രൂപത്തിലുള്ള DC ആയിരിക്കും, പൾസേറ്റിംഗ് DC. പിന്നീട് അതിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ പ്യുവർ DC ആയി മാറും. അപ്പോൾ ഈ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആദ്യത്തെ ഒരു പൾസ് പോസിറ്റീവ് വരും, രണ്ടാമത് നെഗറ്റീവ് പോകുന്ന സമയത്ത് ഇവിടെ പൾസ് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് കപ്പാസിറ്റർ ഇതിൽ നിന്നുള്ള ചാർജ് ഇതിലേക്ക് ഡിസ്ചാർജ് ആക്കും. വീണ്ടും അടുത്ത പോസിറ്റീവ് വരുമ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് കപ്പാസിറ്റർ ചാർജ് ആവും, ഇവിടെ പോസിറ്റീവ് ലൈൻ വരും. നെഗറ്റീവ് വരുന്ന സമയത്ത് ഇവിടെ ചാർജ് ഉണ്ടാവും, അപ്പോൾ വീണ്ടും കപ്പാസിറ്റർ ഇവിടെ നിന്നുള്ള ഡിസ്ചാർജ് ആവും. അങ്ങനെ ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇത് DC വോൾട്ടേജായി മാറുന്നത്, പ്യുവർ DC ആയി മാറുന്നത്. കപ്ലിംഗ് എന്ന് പറയുന്നത് ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രാൻസിസ്റ്ററിന് ഇതിലേക്ക് ഈ ഒരു കപ്പാസിറ്റർ വഴി ഈ ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടും കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള സ്മൂത്തിങ് എന്നൊരു ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഈ മൂന്ന് രൂപത്തിലുള്ള സിഗ്നൽ ഫ്രീക്വൻസികളെ ഫിൽട്ടർ ചെയ്യാനും വേണ്ടിയിട്ടും ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് കാണാൻ പറ്റും ട്യൂട്ടർ, ക്വക്കർ, വൂഫർ എന്നുള്ള ഘട്ടത്തിലെല്ലാം കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിഗ്നലിൻ്റെ ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസിൻ്റെ സിഗ്നലിൻ്റെ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടും കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പോളറൈസ്ഡ് കപ്പാസിറ്ററുകൾ ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് അടയാളപ്പെടുത്തുന്ന ഈ കേസിന് മുകളിൽ. പുതിയത് വാങ്ങിക്കുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് ലെഗ് കുറച്ച് നീട്ടം കൂടുതലായിരിക്കും, നെഗറ്റീവ് ലെഗ് അതിനേക്കാൾ കുറച്ച് ചെറുതുമായിരിക്കും. അതുകൂടാതെ നെഗറ്റീവ് ഇതിൻ്റെ പുറത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കപ്പാസിറ്ററിൻ്റെ മേലെ. ഇതാണ് നെഗറ്റീവ് അടയാളപ്പെടുത്തി നെഗറ്റീവ് അടയാളപ്പെടുത്തുന്നത്. പക്ഷേ ഈ കപ്പാസിറ്ററിൽ പോസിറ്റീവാണ് അടയാളപ്പെടുത്തുന്നത്. പോസിറ്റീവ് അടയാളപ്പെടുത്തിയ കപ്പാസിറ്ററുകളും വരുന്നുണ്ട്. പോസിറ്റീവ് പുതിയ വാങ്ങിക്കുന്ന സമയത്ത് പോസിറ്റീവ് ലെഗ് നീളം കൂടുതലായിരിക്കും, നെഗറ്റീവ് ലെഗ് ചെറുതായിരിക്കും. അങ്ങനെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും ഈ കപ്പാസിറ്ററിൻ്റെ തിരിച്ചറിയാൻ പറ്റും. കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് ഫാരാഡാണ്. 1000 പിക്കോ ഫാരഡാണ് ഒരു നാനോ ഫാരഡ്, 1000 നാനോ ഫാരഡ് ഒരു മൈക്രോ ഫാരഡ്. കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് ഫെറാഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഫെറാഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പീക്കോ ഫെറാഡ്, നാനോ ഫെറാഡ്, മൈക്രോ ഫെറാഡ് എന്നീ യൂണിറ്റുകളാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന് മേലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 100 mF, 10 mF, 1000 mF എന്നിങ്ങനെ ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് 102 എഴുതിയിട്ടുണ്ട്, 3 എഴുതിയിട്ടുണ്ട്, 5. ഇതൊക്കെ പീക്കോ ഫാരഡാണ്. ഇത് കൊടുത്തിട്ടുള്ള സംഖ്യയെല്ലാം പീക്കോ ഫാരഡിലാണ്. ഇത് മൈക്രോ ഫാരഡിലുമാണ്. പീക്കോ ഫാരഡ്, നാനോ ഫാരഡ്, മൈക്രോ ഫാരഡ് ഇങ്ങനെ 3 സംഖ്യകളാണ് ഇതിനകത്ത് വരുന്നത്. പീക്കോ ഫാരഡ് ഏറ്റവും ചെറിയ അളവ്, നാനോ ഫാരഡ് അതിൻ്റെ കൂടിയ അളവ്, മൈക്രോ ഫാരഡ് അതിൻ്റെ മേലേക്കുള്ള അളവ്.
ഈ രൂപത്തിലാണ് വരുന്നത്. കപ്പാസിറ്ററിൻ്റെ മുകളിലെല്ലാം വോൾട്ടേജ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 35 വോൾട്ട്, 50 വോൾട്ട്, 450 വോൾട്ട്, 16 വോൾട്ട്, 25 വോൾട്ട് എന്നിങ്ങനെ വോൾട്ടേജ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പാസിറ്ററിലേക്ക് പരമാവധി കൊടുക്കാവുന്ന വോൾട്ടേജിൻ്റെ റേഞ്ചാണത്. ഇതിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ കേടായി പോകും, കപ്പാസിറ്റർ ചീറ്റ് പോകും. അതുകൊണ്ട് ഇതിൻ്റെ മേലേക്ക് റേഞ്ച് വരാൻ പാടില്ല. ഈ കപ്പാസിറ്ററുകൾ ഇതിൻ്റെ താഴേക്കുള്ള വോൾട്ടേജിലൂടെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ വോൾട്ടേജ് റേഞ്ച് സൂചിപ്പിക്കുന്നത്. ഈ കപ്പാസിറ്ററിന് മേലെ 400 വോൾട്ട് റേഞ്ചാണ് എഴുതിയുള്ളത്. ഈ റേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പാസിറ്ററിൽ ലൈനിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഇരട്ടി വോൾട്ടേജാണ് നമ്മൾ കൊടുക്കേണ്ടത് കപ്പാസിറ്റർ. അതായത് 12 വോൾട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ 24 വോൾട്ടിൻ്റെതോ അല്ലെങ്കിൽ 25 വോൾട്ടിൻ്റെതോ കപ്പാസിറ്റർ യൂസ് ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് സർക്യൂട്ട് വോൾട്ടിൻ്റെ 50% 60% കൂടുതൽ വോൾട്ടേജുള്ള കപ്പാസിറ്റർ വോൾട്ടേജ് റേഞ്ചുള്ള കപ്പാസിറ്റർ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചോളൂ. 12 വോൾട്ട്. അപ്പോൾ 12 വോൾട്ടിൻ്റെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ 10% ടോളറൻസ് കൂട്ടണം. 12 വോൾട്ടിൻ്റെ 10% ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1.2 പ്ലസ് 1.2 അപ്പോൾ 13.2 ഇനി ഈ സംഖ്യനെ RMS വാല്യൂ കൊണ്ട് ഗുണിക്കണം. RMS വാല്യൂ എന്ന് പറയുന്നത് 1.414 ഇതാണ് RMS, അതായത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഈ സംഖ്യ കൊണ്ട് ഇതിനെ ഗുണിക്കണം. എത്ര കിട്ടുന്നത്? 18.6 വോൾട്ട് കിട്ടിയത്. ഇനി ഇതിനെ വീണ്ടും 10% ഇതിൻ്റെ ടോളറൻസ് കൊണ്ട് നമ്മൾ കൂട്ടണം. അതിന് 10% ടോളറൻസ് എന്ന് പറഞ്ഞാൽ 1.86 ഇതിൻ്റെ ടോളറൻസ് റേറ്റ് വരാം. എത്ര കിട്ടി? അപ്പോൾ 20 വോൾട്ട്. അതായത് നിങ്ങൾ ഒരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്യേണ്ട കപ്പാസിറ്ററിൻ്റെ ശരിയായ കണക്ക് 20 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ നിങ്ങൾ കണക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കണക്ക്. ഇതാണ് ഇതിൻ്റെ ശരിയായ കണക്ക്. 20 വോൾട്ടിനേക്കായി കുറഞ്ഞ കപ്പാസിറ്റർ ഒരിക്കലും നിങ്ങൾ കൊടുക്കാം. അതായത് 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ വോൾട്ട് റേഞ്ച് കൊടുക്കേണ്ടത് 20 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ആയിരിക്കും. 20 വോൾട്ടിൻ്റെ മേലേക്ക് നിങ്ങൾ കൊടുക്കും. 25 വോൾട്ടോ 30 വോൾട്ടോ 35 വോൾട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ 20 വോൾട്ടിൽ താഴെ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർക്യൂട്ടിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കും, കപ്പാസിറ്റർ പെട്ടെന്ന് കേടാവുകയും ചെയ്യും. നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററുകൾ സെറാമിക് കപ്പാസിറ്റർ, മൈക്ക കപ്പാസിറ്റർ, പോളിയസ്റ്റർ ഫിലിം കപ്പാസിറ്റർ, പോളികാർബണേറ്റ് കപ്പാസിറ്റർ, ഗ്ലാസ് കപ്പാസിറ്റർ എന്നീ പല രൂപത്തിലും സർക്യൂട്ടുകൾ അനുസരിച്ച് ഉപയോഗിക്കുന്നുണ്ട്. സെറാമിക് കപ്പാസിറ്ററുകളുടെ വോൾട്ടേജ് വാല്യൂവും കപ്പാസിറ്റൻസ് വാല്യൂവും 2 രൂപത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഇത് കളർ കോഡ് രൂപത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്, രണ്ടാമത് ന്യൂമറിക് കോഡ് രൂപത്തിലും അടയാളപ്പെടുത്തുന്നുണ്ട്. കളർ കോഡ് സിസ്റ്റം സെയിം സിസ്റ്റം തന്നെ, നമ്മൾ റെസിസ്റ്റർ അതേ സിസ്റ്റം തന്നെ. ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, മൂന്നാമത്തെ ഡിജിറ്റ് മൾട്ടിപ്ലൈയിങ്, നാലാമത്തെ ഡിജിറ്റ് ടോളറൻസ്. അത് പ്രകാരം ഇതിൻ്റെ വാല്യൂ വരുന്നത് 250 PF ആണ്. ഞാൻ റെസിസ്റ്ററിൻ്റെ കളർ കോഡിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ കാണുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കളർ കോഡ് പ്രകാരം ഇതിൻ്റെ വാല്യൂ വരുന്നത് 250 PF ആണ്. പിന്നെ ഇതിൻ്റെ പ്ലസ് മൈനസ് ടോളറൻസ് കൊടുത്തുള്ളത് 2% ആണ്. 2% കാണുന്നത് കളർ റെഡാണ്. അപ്പോൾ റെഡിന് നേരെ വന്നു കഴിഞ്ഞാൽ പ്ലസ് മൈനസ് 2% ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ടോളറൻസ്. ഇനി അതുപോലെ തന്നെ ഈ റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകൾ ഇതിൻ്റെ വാല്യൂ കൊടുത്തുള്ളത് 102 ആണ്. 102 അതുപോലെ തന്നെ ഇത് സെയിം കളർ കോഡ് സിസ്റ്റം തന്നെ, പക്ഷേ ഇത് കോഡാണ്, നമ്പറാണ് എഴുതിയില്ല മാത്രം. 10 അതുപോലെ എഴുതുക. 2 പകരം 2 0 ചേർത്തപ്പോൾ 1000 PF. 1000 PFനെ നമ്മൾ നാനോ ഫാരഡിലേക്ക് മാറ്റിയത് 1 നാനോ ഫാരഡായി വരും. ഇവിടെ കാണിച്ചത് 10 അതുപോലെ തന്നെ എഴുതുക. 2 പകരം 2 0 ചേർത്ത് കൊടുക്കുക. ഇത് 1000 PF ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 102ൻ്റെ വാല്യൂ 1000 PF ആണ്. ഇതിനെ നമ്മൾ ഡിവൈഡ് ബൈ 1000 കുറച്ച് ചേർത്തിട്ട് നാനോ ഫാരഡിലേക്ക് മാറ്റുക. അപ്പോൾ 1 നാനോ ഫാരഡ് അതിൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 നാനോ ഫാരഡാണ്, 1000 PF ആണ്. 1000 PF എന്ന് പറഞ്ഞാലും 1 നാനോ ഫാരഡ് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ് വാല്യൂ. 1 kpf എന്ന് പറഞ്ഞാലും അതും സെയിം വാല്യൂ തന്നെയാണ്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ടോളറൻസ് വാല്യൂ കൊടുത്തുള്ളത് J ആണ്. ജെനോട് പ്ലസ് മൈനസ് 5%. J ഇതിൻ്റെ അതുകൊണ്ട് പ്ലസ് മൈനസ് 5%. ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 400 വോൾട്ടാണ്. 400 വോൾട്ട് വരെ ഇതിലേക്ക് കൊടുക്കാൻ പറ്റും. 400 വോൾട്ടിന് താഴെ എത്ര വോൾട്ട് വേണമെങ്കിലും ഇതിലേക്ക് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ. ഇത് K ആണ് ഇതിൻ്റെ ടോളറൻസ് കൊടുത്തുള്ളത്. Kൻ്റെ ടോളറൻസ് വരുന്നത് പ്ലസ് മൈനസ് 10% ആണ്. ബാക്കി സെയിം തന്നെ 102.
ഇത് കൊടുത്തിരിക്കുന്നത് 104 104 എത്ര വരിക? അതുപോലെ തന്നെ ക്ലെയിം സെയിം 10 ചേർക്കുക. അതിന് ശേഷം 1 2 3 4 4 പൂജ്യം വന്നു. 4 പൂജ്യം എത്ര കിട്ടി? ഇത് 1,00,000 PF കിട്ടിയുള്ളത്. ഇതിനെ നമ്മൾ നാനോ ഫാരഡിലേക്ക് മാറ്റുക. ഡിവൈഡഡ് ബൈ 1000 കിട്ടി 100 നാനോ ഫാരഡ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 നാനോ ഫാരഡാണ്. ഓക്കെ, ഈ രൂപത്തിൽ കളർ കോഡും ഈ ഡിജിറ്റൽ കോഡും ഉപയോഗിച്ച് ഇതിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇത് ടോളറൻസ് കൊടുത്തുള്ള ആണ്. എമ്മിന് എത്ര എന്നുള്ളത് ±20%. അപ്പോൾ എമ്മോട് കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോളറൻസ് വാല്യൂ ആണ് ±20%. ഈ രൂപത്തിൽ 2 രൂപത്തിൽ ഇതിൻ്റെ ഡിസ്ക് കപ്പാസിറ്ററിൻ്റെ എന്ന് പറയും, സെറാമിക് കപ്പാസിറ്റർ എന്ന് പറയും. ഈ രൂപത്തിൽ കോഡുകൾ ഡിജിറ്റൽ കോഡ് ഇതിനകത്ത് വരുന്നുണ്ട്. കപ്പാസിറ്റർ വാല്യൂവും വോൾട്ടേജ് വാല്യൂ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ചിത്രത്തിൽ നോക്കിയാൽ ഇതിൽ പല രൂപത്തിൽ വാല്യൂ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 10 kpf, 100 kpf, 47 kpf, 10 pf, 4.7 pf, 1 kpf, 10 നാനോഫാരഡ്, 100 നാനോഫാരഡ്, 47 നാനോഫാരഡ്, 1 നാനോഫാരഡ്, 4.7 നാനോഫാരഡ്. ഈ 103 എന്ന് പറഞ്ഞതും ഈ 10 നാനോഫാരഡ് എന്ന് പറഞ്ഞതും രണ്ടും ഒരേ വാല്യൂ ആണ്. കാരണം എന്താണെന്ന് ഇവിടെ കാണിച്ചിടാം. ഇവിടെ നോക്കുക, ഇത് 103 ഇതിൻ്റെ കോഡ്. 103 ആകുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 10 അതുപോലെ തന്നെ എഴുതുക. 10 അതുപോലെ തന്നെ എഴുതി. പിന്നെ 3, ഈ 3ന് പകരം നമ്മൾ ചേർക്കേണ്ടത് 3 പൂജ്യമാണ്. 1 2 3. അപ്പോൾ എത്ര? 10,000 PF അതിൻ്റെ വാല്യൂ കിട്ടിയത്. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര കിട്ടി? 10 kpf കിട്ടി. ഇതേ സാധനം തന്നെയാണ് 10 നാനോഫാരഡ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. കാരണം kpf അങ്ങനെ ഉപയോഗിക്കലില്ല. അത് കാരണം ഇത് 10,000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാനോഫാരഡിലേക്ക് മാറി. അപ്പോൾ 10 നാനോഫാരഡ് എന്ന് പറഞ്ഞതും 10 kpf എന്ന് പറഞ്ഞതും രണ്ടും ഒരേ വാല്യൂ ആണ്. അപ്പോൾ ഈ രൂപത്തിൽ 103 എഴുതിയ കപ്പാസിറ്ററിന് നിങ്ങൾക്ക് 10 നാനോഫാരഡ് ഉപയോഗിക്കാം, അതുപോലെ 10 kpf ഉപയോഗിക്കാം. ഇതും അതുപോലെ തന്നെ രണ്ടും സെയിം വാല്യൂ ആണ്. അതങ്ങനെ ഒരു 10 അതുപോലെ എഴുതി, പിന്നെ 4 പൂജ്യം ചേർത്ത് കൊടുക്കുക. 1 2 3 4. അപ്പോൾ 1,00,000 PF ആണ് കിട്ടിയത്. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് kpfലേക്ക് മാറ്റി എത്ര വരിക? 1000. 100 kpf കിട്ടി. ഇതേ സാധനം തന്നെ 100 നാനോഫാരഡ് എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഈ 100 നാനോഫാരഡ് എന്ന് പറഞ്ഞാൽ 104 എന്ന് പറഞ്ഞ നമ്പറും ഒരേ കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് 104 എന്നുള്ള കോഡിന് പകരം 100 N എന്ന് എഴുതിയ കപ്പാസിറ്റർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിടാവുന്നതാണ്. അതുപോലെ തന്നെ ഇതും 47 നാനോഫാരഡ് 4.7 473 പകരം 47 നാനോഫാരഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് 10 PF ആണ്. ഇതങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് 3 മുതൽ 101 വരെ PF-ലാണ് നമ്പർ വരുന്നത്. അതായത് അത് മാത്രം PF. 102 ആയി കഴിഞ്ഞാൽ അത് kpf-ലേക്ക് മാറി, കിലോ ഫാരഡ് ആവും. കാരണം 102ൻ്റെ വാല്യൂ എത്ര വരുന്നത്? 5.5. 102ൻ്റെ വാല്യൂ പറഞ്ഞത് 102ൻ്റെ വാല്യൂ 10 2 പകരം 2 പൂജ്യം. അപ്പോൾ 1000 വന്ന് കഴിഞ്ഞാൽ കിലോ kpf-ലേക്ക് മാറി. അതായത് കിലോ പിക്കോ ഫാരഡായി. ഈ പിക്കോ ഫാരഡ് കിലോ kpf അങ്ങനെ ഉപയോഗിക്കില്ല. അത് കാരണം 1000 ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വാല്യൂ നാനോഫാരഡിലേക്കാണ് പോകുന്നത്. ചില സമയത്ത് kpf എഴുതലുണ്ട് കപ്പാസിറ്ററിൻ്റെ മുകളിൽ. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1000 സമം 1 നാനോഫാരഡ്. ഈ 1 നാനോഫാരഡിലേക്ക് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ 101 വരെ PF ആണ്. 102 ആയി കഴിഞ്ഞാൽ പിന്നെ അത് നാനോഫാരഡിലേക്ക് മാറും. 3 മുതൽ 101 വരെ PF ആണ് വരെ വാല്യൂ. 102 ആയി കഴിഞ്ഞാൽ kpf-ലേക്ക് മാറും, നാനോഫാരഡിലേക്കും മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ 4.7 നാനോഫാരഡ് എഴുതിയിട്ടുണ്ട്. ഇത് 1 നാനോഫാരഡ് എഴുതിയിട്ടുണ്ട്. ഇത് 10 PF തന്നെയാണ് ഇതിൻ്റെ വാല്യൂ. ഇത് 4.7 PF ആണ്. ഇത് PF തന്നെയാണ് kpf എഴുതിയത്. അതുകൊണ്ട് തന്നെ 4.7 PF ആണ് ഇതിൻ്റെ വാല്യൂ. ഇനി ഈ ചിത്രം കണ്ടങ്ങൾ ഇതിലെല്ലാം പോയിന്റ് എഴുതിയിട്ടുണ്ട്. പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം മൈക്രോഫാരഡിലേക്ക് മാറും. അതായത് 0.1 മൈക്രോഫാരഡ്, 0.47 മൈക്രോഫാരഡ്, 0.1 മൈക്രോഫാരഡ്, ഇതെല്ലാം മൈക്രോഫാരഡിലാണ് ഇതിൻ്റെ വാല്യൂ എല്ലാം. അതേസമയം ഇത് രണ്ടും ഒരേ വാല്യൂ ആണ്. ഇത് 5K എന്ന് പറയുന്നത് 5N എന്ന് പറയുന്നത് സെയിം വാല്യൂ തന്നെയാണ്. 5K എന്ന് എഴുതിയ കപ്പാസിറ്റർ വേണമെങ്കിൽ 5N എഴുതിയ കപ്പാസിറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 4.7K എന്ന് എഴുതിയതും 4.7 നാനോഫാരഡ് രണ്ടും സെയിം വാല്യൂ ആണ്. അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്റർ നിങ്ങൾക്ക് ഇതിൽ ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. 4.7 നിങ്ങൾക്ക് എന്നുള്ളത് അതിന് പകരം 4K7 നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ 5N എന്ന് എഴുതിയ കപ്പാസിറ്റർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കിട്ടില്ലെങ്കിൽ അതിന് പകരം 5K കപ്പാസിറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് രൂപത്തിലും കപ്പാസിറ്റർ, കാരണം രണ്ടും സെയിം വാല്യൂ ആണ്. ഇതും സെയിം വാല്യൂ ആണ്, ഇതും സെയിം വാല്യൂ ആണ്. ഈ ചിത്രം നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഇതിനകത്ത് 100 എഴുതിയിട്ടുണ്ട്, 101 എഴുതിയിട്ടുണ്ട്, 102 എഴുതിയിട്ടുണ്ട്, 103, 104. ഈ 100ൻ്റെ വാല്യൂ വരുന്നത് 10 PF ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
100 PF എന്ന് പറയില്ല. കാരണം ഇവിടെ 10ന് ശേഷം 0 എന്നുള്ള ഈ 0ത്തിന് വാല്യൂ ഇല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ 10 PF ആണ്. പിന്നെ 101 നോക്കിയത് 100 PF. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10ന് ശേഷം ഇവിടെ 1 വന്നിട്ട് അപ്പോൾ ഈ 1ന് പകരമായിട്ട് ഒരു 0 ചേർക്കും. അപ്പോൾ അത് 100 PF. അതുപോലെ തന്നെ 102 10 ആദ്യം ചേർത്ത് അതിനുശേഷം 2ന് പകരം 2 0 ചേർത്ത് അപ്പോൾ അത് 1000 PF. 1000 PF ആയി കഴിഞ്ഞാൽ പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് നാനോ ഫാരഡിലേക്ക് മാറ്റാം. അപ്പോൾ അത് 1 നാനോ ഫാരഡായി. ഇതും അതുപോലെ തന്നെ 10 ആദ്യം ചേർത്ത് 3ന് പകരം 3 0 ചേർത്ത് അപ്പോൾ അത് 10,000 PF. അത് നാനോ ഫാരഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 10 നാനോ ഫാരഡ്. ഇതും അതുപോലെ തന്നെ 10 ചേർത്ത് 4ന് പകരം 4 0 ഡിവൈഡ് ചെയ്താൽ 100 നാനോ ഫാരഡിലേക്ക് മാറും. ഈ രൂപത്തിലാണ് വരുന്നത്. ഇവിടെ ഇതിൻ്റെ കോഡ് ഉണ്ടെങ്കിൽ 100, കോഡ് എഴുതിയത് 100 ഇത്. അപ്പോൾ ഇതിൻ്റെ കോഡ് 100ന് പകരം 10 PF. ഇവിടെ 10 PF. ഇതിനെ നാനോ ഫാരഡിലേക്ക് മാറ്റുകയാണെങ്കിൽ 0.01 കോഡ് വരിക, നമ്പർ വരിക. അത് കാണിച്ചതാണ്. അതായത് ഇതിൻ്റെ വാല്യൂ 10 PF ആണ്. 100 എഴുതിയാൽ 10 PF ആണ്. അതിൻ്റെ കോഡ് 100, അതിൻ്റെ വാല്യൂ 10 PF. ആ 10 PFനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നാനോ ഫാരഡിലേക്ക് മാറ്റുകയാണെങ്കിൽ എത്ര കിട്ടും നോക്കാം. 1000. എത്ര കിട്ടിയത്? 0.01. സെയിം വാല്യൂ ഇവിടെ കിട്ടിയില്ലേ. ഇനി ഇതിനെ മൈക്രോ ഫാരഡിലേക്ക് മാറ്റിയാൽ ഈ നമ്പറായി കിട്ടും. അത് കാണിച്ചു തരാം. ഡിവൈഡർ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് മൈക്രോ ഫാരഡിലേക്ക് മാറ്റുക. ഡിവൈഡ് ബൈ 1000. എത്ര കിട്ടി നോക്കിയാൽ 0.40 പിന്നെ 1. 0.40 പിന്നെ 1. ഓക്കെ. അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്, കോഡിംഗ് സിസ്റ്റം വരുന്നത്. ഇനി 104 ഇതെത്ര? 101ൻ്റെ കോഡ് എത്ര? 100. അത് 100 PF. ഓക്കെ. ഇവിടെ 101 കോഡ് കൊടുത്തിട്ടുണ്ട്. കോഡ് 101, അത് 100 PF. ഇത് 102 തവണ നോക്കിയാൽ 102 1000 PF. ഇവിടെ 1000 PF കോളത്തിൽ 1000 PF. അതിനെ നാനോ ഫാരഡിലേക്ക് മാറ്റിയാൽ 1 നാനോ ഫാരഡ്. അതാണ് 1 നാനോ ഫാരഡ്. ഇത് 10,000 PF. 103 ഇവിടെ ഇതിനകത്ത് 103 ഇവിടെ ഉണ്ട്. 103 വെച്ചാൽ 10,000 PF. ഓക്കെ. PFൻ്റെ കോളത്തിൽ വന്നാൽ 10,000 PF. ഇതിനെ നാനോ ഫാരഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 10 നാനോ ഫാരഡ്. അതുപോലെ തന്നെ 104 ഇനിയിപ്പോൾ അതിനകത്ത് 104 ഇവിടെ ഉണ്ട്. 104 10,000 PF. ഇതിനെ നമ്മൾ നാനോ ഫാരഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 100 നാനോ ഫാരഡ്. ഈ രൂപത്തിലാണ് വരുന്നത്. അതായത് 1000 പിക്കോ ഫാരഡാണ് 1 നാനോ ഫാരഡ്. 1000 നാനോ ഫാരഡ് 1 മൈക്രോ ഫാരഡ്. ഇത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ രൂപത്തിൽ ഈ കോഡുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. 101 വരെ PF തന്നെയാണ് വരിക. 101 വരെ PF. 102 കഴിഞ്ഞാൽ അത് നാനോ ഫാരഡിലേക്ക് മാറും, കിലോ KPFയിലേക്കും മാറും. ഈ രണ്ട് കപ്പാസിറ്റർ നോക്കിയാൽ 4.73 സെയിം വാല്യൂ, 4.73 സെയിം വാല്യൂ. J ടോളറൻസ് സെയിം വാല്യൂ, ജോ ടോളറൻസ് സെയിം വാല്യൂ. കളറും ഒരേതാണ്, മെറ്റീരിയലും ഒരേ ടൈപ്പാണ്. ഷേപ്പ് ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്, എന്നാലും ഏകദേശം സെയിം ആണെന്ന് പറയാം. പക്ഷേ ഇത് രണ്ട് തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അതെന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ കോഡ് എഴുതി നോക്കിയാൽ 2A എന്നാണ് കോഡ് എഴുതിയുള്ളത്. ഇത് 2G ആണ് കോഡ് എടുത്തുള്ളത്. ഈ 2A 2Gയും കൂടെ നമ്മൾ വ്യത്യാസം നോക്കുക. 2A കൂടെ നോക്കിയുള്ള 2A എന്നത് 100 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. അതായത് ഇതിൻ്റെ പരമാവധി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 100 വോൾട്ടാണ്. 2G എത്ര കൊടുത്തുള്ളത്? 400 വോൾട്ട്. തന്നെ 400 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് 2G എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2G കപ്പാസിറ്റർ കേടായി കിട്ടുന്ന അവിടെ 2A ഇടാൻ പറ്റില്ല. കാരണം വോൾട്ടേജ് റേറ്റും കുറവാണ്. 2A കപ്പാസിറ്റർ കേടായിരുന്നെങ്കിൽ 2G കപ്പാസിറ്റർ നിങ്ങൾക്ക് ഇടാൻ പറ്റും. കാരണം വോൾട്ടേജ് ഉണ്ട്, 400 വോൾട്ട് വരെ കപ്പാസിറ്റി ഉണ്ട് ഇതിലാണ്. അപ്പോൾ ഈ ഒരു കോഡ് നോക്കാതെ ഇത് സിസ്റ്റം ഇങ്ങനെ കോഡ് സിസ്റ്റം വരുന്നുണ്ട് വോൾട്ടേജ്. അപ്പോൾ കോഡ് നോക്കാതെ കപ്പാസിറ്റർ മാറ്റിയിട്ടാൽ കപ്പാസിറ്റർ പെട്ടെന്ന് കേടാവും, സർക്യൂട്ടും കേടുവരാൻ ചാൻസ് ഉണ്ട്. ഈ ചിത്രത്തിൽ നോക്കിയാൽ ഇതാണ് വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇത് ട്രിമ്മർ കപ്പാസിറ്റർ, ഇത് ഗ്യാങ് കപ്പാസിറ്റർ. ഇത് റേഡിയോക്കകത്ത് ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ് ഈ കപ്പാസിറ്റർ. ഇത് പിന്നെ എപ്പോഴെങ്കിലും ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രിമ്മർ കപ്പാസിറ്ററാണ് ഇത്. സ്ക്രൂ ഡ്രൈവായിട്ട് തിരിക്കുക. ഇത് നമുക്ക് റേഡിയോൻ്റെ കൂടെ ട്യൂണിങ്ങിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ട്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്തിരിക്കുമ്പോൾ ഈ കപ്പാസിറ്റർ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ആവണമെന്ന് നമുക്ക് പല സ്റ്റേഷനിൽ നിന്നുള്ള ചാനലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം വാല്യൂ ചേഞ്ച് ആവുന്ന കപ്പാസിറ്ററാണിത്. ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ മെറ്റലിൻ്റെ തകിടുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ഈ കപ്പാസിറ്റർ ഇതിൻ്റെ വാല്യൂയിൽ വ്യത്യാസം, കപ്പാസിറ്റൻസിൽ വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ ഈ ടൈപ്പ് കപ്പാസിറ്ററും വരുന്നുണ്ട്. ഇത് വേരിയബിൾ കപ്പാസിറ്റർ എന്നാണ് പറയുന്നത് ഇതിന്. അപ്പോൾ ഇതോടുകൂടി കപ്പാസിറ്ററിനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ തീരെയല്ല ഇനിയും ഉണ്ട്. പക്ഷേ വീഡിയോ ലെങ്ത് കൂടുന്ന കാരണം ഞാനിപ്പോൾ നിർത്തുകയാണ് തൽക്കാലം. ഇനി പുതിയൊരു ടോപ്പിക്കുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.